സജീഷ് മറുപടി നൽകാം. സജീഷിന്റെ സമയം. ഒരു കാര്യം, ഇവിടെ ശ്രീ NV ബാലകൃഷ്ണൻ കുറേയേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം തികച്ചും വ്യക്തിപരമായി ഓരോ വാചകത്തിനിടയിലും പേര് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ആ രീതി ഞാൻ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഞാൻ ഒരിടത്തും SK സജീഷിന് അധിക്ഷേപമുണ്ടോ സജീഷേ? സജീഷ് എന്ന പേര് വിളിച്ച് സംസാരിച്ചു എന്നല്ലേ ഉള്ളൂ. അല്ല നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച കാലം ഓർമ്മിപ്പിച്ചതാണ്. സൗഹൃദം കൊണ്ടാണ് പേര് വിളിച്ച് സംസാരിക്കുന്നത്. ശരി, ഇനി അദ്ദേഹം വിശദീകരിക്കട്ടെ. സജീഷ് പറഞ്ഞോളൂ. ഞാനൊരു കാര്യം, ഞാൻ ആ കാലത്തെക്കുറിച്ചോ ഞാൻ പറയട്ടെ. അദ്ദേഹം ഇങ്ങനെ ഓരോന്നും വ്യക്തിപരമായി തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഞാൻ എന്തുകൊണ്ട് അദ്ദേഹം CPM-ന്റെ ഏരിയ സെക്രട്ടറി അല്ലാതിരിക്കുന്നു ഇപ്പോൾ എന്നതിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഇപ്പം CPM അല്ല, ഇപ്പോൾ സ്വീകരിക്കുന്നു. ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിൽ നിൽക്കാം. വേണ്ട, ഞാൻ ഒരു കാര്യം അപ്പോൾ അതിനുവേണ്ടി എന്തും പറയുന്ന ഒരു രീതി, എന്തും പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള മാധ്യമ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് CPM-നെ വിമർശിക്കാൻ ആരെയും എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഒരു പ്രതീകമായി മാത്രമേ ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നുള്ളൂ. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേശീയപാത വികസനത്തെ ഉൾപ്പെടെ CPM ആണ് എതിർത്തത് എന്ന് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അന്തരിച്ചു പോയ ശ്രീ ഉമ്മൻചാണ്ടി പോലും അത് പറയില്ല. 45 മീറ്ററായി ദേശീയപാത വേണമെന്ന് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ നേതാവിൻ്റെ പേര് അന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയനായിരുന്നു. അതും ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഞങ്ങളോട് സഹകരിക്കുന്നു, പ്രതിപക്ഷം സഹകരിച്ചാണ് നിൽക്കുന്നത്. പറയട്ടെ, ഇങ്ങനെ ഇതൊരു രീതി ശരിയല്ല. താങ്കൾ ഓരോ വാചകം പറയുമ്പോഴും എനിക്ക് മറുപടി പറയാമായിരുന്നു. അല്ലല്ല, ഇതാണ് താങ്കളുടെ ഒരു പ്രശ്നം. താങ്കളുടെ തെളിയിക്കാനുള്ളതല്ല ഈ പ്രശ്നം. ശ്രീ ബാലകൃഷ്ണൻ ഒന്ന് സഹായിക്കണം. അദ്ദേഹം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഒരു കാര്യം, നിങ്ങൾ ഇവിടെ കുറെ നേരമായി 3-4 പേരിരുന്ന് CPM-നെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ചർച്ചയുടെ. അങ്ങനെയൊന്നുമില്ല. ഈ വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായമാണ് പറയുന്നത്. CPM-നെതിരായി പറയായിട്ട് വ്യാഖ്യാനിക്കേണ്ട സജീഷിന് ആവശ്യത്തിന് സമയമുണ്ട്. സജീഷ് ഇനി മറുപടി പറഞ്ഞോളൂ. തന്നെ അതാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുക. സ്മൃതിയുടെ അഭിപ്രായം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. എന്റെ അഭിപ്രായം അതാണ്. ഈ ചർച്ചയുടെ ലക്ഷ്യം അതാണ്. ചർച്ചയുടെ ലക്ഷ്യം എന്താണ്? തലക്കെട്ടിൽ തന്നെയുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ചർച്ചയുടെ ലക്ഷ്യം അതാണ് എന്നതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഗംഭീരമായിരിക്കും, അത് നിങ്ങളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അതാണ്. എന്തിനാണ് ഈ ഇടയിൽ കയറി ഞാൻ പറഞ്ഞു വരുന്ന കാര്യത്തിൻ്റെ ഇടയിൽ കയറുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കാവുന്ന സമയത്ത് അത്രയും അനുവദിച്ച് രേഖപ്പെടുത്താം. അപ്പോൾ ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPM എതിർത്തു എന്ന് കള്ളപ്രചരണം നടത്താൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തണം. ഗെയിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാം സമരത്ത് പങ്കെടുക്കേണ്ടതായിരുന്നല്ലോ. ഞങ്ങളൊന്നും പങ്കെടുത്തിട്ടില്ലല്ലോ. പ്രാദേശികമായി കോൺഗ്രസിൻ്റെ കാലത്ത് ഉൾപ്പെടെ UDF-ന്റെ കാലത്ത് ഈ പദ്ധതികളൊന്നും നടക്കാൻ പറ്റാഞ്ഞത് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള അവരുടെ കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. അത്തരത്തിലാണ് ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഭൂമി പോയാലും ആ ഭൂമിക്ക് കൃത്യമായ വില ലഭിക്കുമെന്നും തങ്ങൾക്ക് കൃത്യമായ പുനരധിവാസം ഉണ്ടാകുമെന്നുള്ള നല്ല വിശ്വാസം ജനങ്ങളുടെ ആർജിച്ചുകൊണ്ടാണ് ദേശീയപാത വികസനവും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും കൂടംകുളം പദ്ധതിയും എല്ലാം കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പദ്ധതികളെല്ലാം കേരളത്തിൽ നടക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. അതിനെ ഉൾപ്പെടെ വിമർശിക്കാൻ ചില ആളുകൾ വരും. അവർ വിമർശിക്കട്ടെ, അവർ അതേ ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജലവുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇന്നത്തെ മാതൃഭൂമിയിൽ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വരികയാണ്. 226 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണുള്ളൂ താഴെ. എന്നിട്ട് എന്ത് ചെയ്യാണ്? 400 ദശലക്ഷം ലിറ്റർ വെള്ളം കുടിവെള്ളത്തിന് വേണം. ഇവിടെ ഈ പദ്ധതിക്ക് വേണ്ടി 10 ലക്ഷം ലിറ്റർ വെള്ളം വേണം എന്നെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ 0.44% എന്ന് പറയുന്ന അദ്ദേഹം തമാശയായി അവതരിപ്പിച്ചത്. ഇവിടെ കണക്ക് പ്രകാരം പരിശോധിച്ചാൽ തന്നെ ഇപ്പോൾ മലമ്പുഴ ഡാമിനകത്ത് ഉള്ള വെള്ളം, കുടിവെള്ളത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളം 565 ദിവസം ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്. 365 ദിവസമേ വെള്ളം വേണ്ടൂ. അതിൽ തന്നെ മഴക്കാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ശാസ്ത്രീയമായി തന്നെ ഇതെല്ലാം പരിശോധിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ 10 ലക്ഷം ലിറ്റർ വെള്ളം മാത്രമാണ് ഈ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടത്.
അല്ലാതെ വലിയ തോതിലല്ല വെള്ളം ഉപയോഗിക്കുന്നത്. അതായത് പാലക്കാട് നഗരത്തിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന ആകെ വെള്ളത്തിനേക്കാൾ കുറച്ച് വെള്ളം മതി ഈ കമ്പനിക്ക് 10 ലക്ഷം ലിറ്റർ ആണ് വേണ്ടത് എന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? സജീഷ് കണ്ടില്ല. 10 ലക്ഷത്തോളം ലിറ്ററിന്റെ ആവശ്യമാണ് നിലനിൽക്കുന്നത്. അതിലപ്പുറത്തേക്ക് നേരത്തെ എല്ലാം ഒരേ രീതിയിൽ തന്നെ പറയും. ഇവിടെ ഈ കമ്പനിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ അതെ നിങ്ങളുടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആ കാര്യങ്ങളാണല്ലോ വരുന്നത്. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് 10 ലക്ഷം ലിറ്ററാണ് വേണ്ടതെന്ന്. നിങ്ങളുടെ മാധ്യമങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഏതായാലും ഈ തരത്തിലെ ആ വെള്ളം ആവശ്യമുള്ളൂ എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ ഈ കമ്പനി തന്നെ രാജ്യത്ത് 22.10 കോടി ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. ഇവിടെ തന്നെ നമ്മൾ കാണുന്നത് ബ്രൂവറിയുടെ ബീറിൻ്റെ കാര്യം ഉൾപ്പെടെ പറയുന്നല്ലോ. ഞാൻ പറയട്ടെ, അതിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനി പ്രവർത്തിക്കുന്ന ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഇതൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവർ പറഞ്ഞു പോകുന്നത് മദ്യം കെട്ടിക്കിടക്കണം, മദ്യം കെട്ടിക്കിടന്നിട്ട് ആളുകൾ കടകാലിയാക്കുന്ന പോലെ വിൽപ്പന നടത്തണം, എന്നിട്ട് ആളുകൾ പ്രതിസന്ധിയിലാവണമെന്ന്. ഒരു കാര്യം, കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗമുള്ള സംസ്ഥാനം കേരളമല്ല. 10ാം സ്ഥാനത്ത് പോലും കേരളമില്ല. കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യം, അതാണ് ഇതിലെ ഒരു തെറ്റിദ്ധാരണയുടെ പ്രശ്നം വരുന്നത്. കേരളത്തിൽ ഉപയോഗിക്കുന്ന മദ്യം ഇവിടെ നിർമ്മിച്ച് നേരിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് മറ്റ് പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലാണ്, പ്രധാനമായും കർണാടകത്തിനൊക്കെയാണ് വരുന്നത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇവിടെ ആവശ്യമുള്ളത് വെബ്കോ വാങ്ങുന്നു, വാങ്ങി ഔട്ട്ലെറ്റുകളിലൂടെയും ബാറുകൾക്കും സ്വകാര്യ എല്ലാ മേഖലയിലേക്കും വെബ്കോ മാത്രം കൊടുക്കുന്നു. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നികുതി, അതുപോലെ മറ്റ് തൊഴിലവസരങ്ങൾ ഇതെല്ലാം ഇവിടെ ലഭിക്കുന്നു. ഇവരെ എത്രയാണോ പുറത്തുനിന്ന് വരുന്നത് അത്രയും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. പുറത്തുനിന്ന് വരുന്നത് നിൽക്കും, ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കും. ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് കൂടുതൽ വിതരണം ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇവിടെ നിലവിൽ എങ്ങനെയാണോ നിയമപരമായി വിതരണം ചെയ്യുന്നത് അത്ര മാത്രമേ വിതരണം ചെയ്യൂ. പിന്നെ ഇവിടെ വിതരണം ചെയ്യാൻ മാത്രമാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ആരാ പറഞ്ഞത്? എക്സൈസ് മന്ത്രി പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം. ഈ ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണല്ലോ ആദ്യം ഉണ്ടാക്കുന്നത്. മദ്യത്തിന്റെ ബേസ് ആണ്, സ്പിരിറ്റ് ആണ്. ഈ 9 കോടി ലിറ്റർ ENA ആണ് കേരളത്തിന് വേണ്ടത്. അത് ഇവിടെ നിർമ്മിക്കുന്നില്ല. അത് നിർമ്മിക്കാൻ വേണ്ടി ഇവർ വരുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 17 ഡിസ്റ്റിലറികൾ ഉണ്ടല്ലോ. അവിടെ എന്താണ് ENA ഉൽപ്പാദനത്തിന് സർക്കാർ ശ്രമിക്കാത്തത്? പൊതുമേഖലയിലുള്ള ഡിസ്റ്റിലറികളിൽ എന്തുകൊണ്ടാണ് നിർമ്മിക്കാൻ ശ്രമിക്കാത്തത്? എന്തുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഈ കമ്പനിക്ക് ENA ഉൽപ്പാദനത്തിന് അനുമതി കൊടുക്കുന്നു? അല്ല, ENA ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഡിസ്റ്റിലറിയും 10 ഡിസ്റ്റിലറി, അതുപോലെ തന്നെ 2 ബ്ലെൻഡിങ് യൂണിറ്റ്, 10 ബ്ലെൻഡിങ് യൂണിറ്റ്, 8 ഡിസ്റ്റിലറി, 2 ബ്ലൂവറി, ഇതാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൽ കൂടുതലൊന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. സർക്കാരിനെ ഉൽപ്പാദിപ്പിച്ചു. അദ്ദേഹം നേരത്തെ ചില ഒരു കാര്യം അല്ല, അതിനുള്ള സാങ്കേതിക വിദ്യയും അതിനുള്ള വലിയ മൂലധന ചെലവുമൊന്നും കേരളത്തിന് വഹിക്കാൻ ചിലപ്പോൾ കഴിയില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ നമ്മൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് അവർ പുറത്തുനിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിക്കുന്ന ഇതേ കമ്പനിയുടെ തന്നെ കേരളം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഒരു കാര്യം, പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോകും. ഇവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചോദ്യവും ഉപചോദ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിരന്തരം അനുഭവിക്കുകയാണ്. ഇപ്പോൾ സീറോ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ നാഷണൽ ട്രൈബ്യൂണൽ, ഗ്രീൻ ട്രിബ്യൂണൽ ഒരു കോടതിയാണ് എന്നൊക്കെ പഠിപ്പിക്കുകയാണ്. അതെ, കോടതിയാണ്. ആ കോടതി ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കോടതിയുടെ വിധി പ്രകാരം ഇവർ സീറോ ഡിസ്ചാർജ് ആണ് എന്ന് കൊടുത്ത പേപ്പർ അവർ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയുടെ വിധി അതുപോലെ തന്നെ പറയട്ടെ, കമ്പനി പൂട്ടിപ്പോയത് അങ്ങനെ പറഞ്ഞു പോവല്ലേ? ഇതിന്റെ ഉപചോദ്യമല്ലേ പഞ്ചാബിൽ എങ്ങനെയാണ് പൂട്ടിപ്പോയത്? അവിടെ വേസ്റ്റ് ഇട്ടതിന് ആണ് കേസുള്ളത്. അവിടെ പൂട്ടേണ്ടി വന്നത് എങ്ങനെയാണ്?
അല്ല UP യിൽ എന്താ പൂട്ടാത്തത്? അല്ല പൂട്ടാത്ത കാര്യമാണ്. പൂട്ടിയത് എന്തിനാണ് എന്നതിന് മറുപടി പറയൂ. എന്താ പൂട്ടാത്തത് അതുകൂടി പറയും. അല്ലല്ല പൂട്ടാത്തതിനെ കുറിച്ചല്ല, പൂട്ടിയത് എന്തിനാണ് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ സജീഷ്. എന്തിനാണ് പഞ്ചാബിൽ പൂട്ടിയത്? എന്തിനാണ് പഞ്ചാബിൽ പൂട്ടിയത്? പഞ്ചാബിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ, ആയിരുന്നല്ലോ നേരത്തെ. ആ സമയത്താണല്ലോ ഇവർ പ്രവർത്തിക്കുന്നത്. നിയമപരമായിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചതിനാണ് എന്ത് ആര് ഭരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നത്. എന്തിനാണ് പൂട്ടിപ്പോയത്? അവിടെ 4 ഏക്കർ സ്ഥലത്ത് പരിസരം മലിനമാക്കി എന്നുള്ളതാണ് കേസ്. പരിസരം മലിനമാക്കി, നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചതിന് പൂട്ടിപ്പോയ കമ്പനിയാണ് ഇവിടെ സീറോ വേസ്റ്റ് എന്ന ഉറപ്പ് നൽകി പ്രവർത്തിക്കാൻ വരുന്നത്. എങ്ങനെ വിശ്വസിക്കുമെന്നുള്ള ചോദ്യമാണ് സജീഷ്. അപ്പോൾ UP യിൽ പൂട്ടിയിട്ടില്ലല്ലോ, മറ്റു സംസ്ഥാനങ്ങളിൽ പൂട്ടിയിട്ടില്ലല്ലോ എന്നതാണോ മറുപടി? അല്ല പറയട്ടെ. അല്ല ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആ സ്ഥലത്ത് ആ കമ്പനി പൂട്ടുകയോ ആ കമ്പനിയുടെ ഭാഗമായി മറ്റ് നിലപാടുകൾ ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ കമ്പനി ഇപ്പോൾ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ക്രൈറ്റീരിയകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ 24 ഏക്കർ സ്ഥലത്ത് ഈ കമ്പനി തുടങ്ങാൻ അനുമതി തരണം. ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപേക്ഷയോടൊപ്പം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ അപേക്ഷയിലെ കാര്യങ്ങൾ നിയമപരമാണ്. അതുകൊണ്ടാണ് നിലവിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കണമെന്ന കർശന നിബന്ധനയോടുകൂടി പ്രാരംഭ അനുമതി നൽകിയത്. മറ്റ് അതിൻ്റെ തുടർ അനുമതികൾ ലഭിക്കേണ്ടതുമുണ്ട്. പ്രാരംഭ അനുമതിയാണ് നൽകിയത്. അങ്ങനെ നൽകുമ്പോൾ ഈ അപേക്ഷയോടൊപ്പം ഞങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട് പഞ്ചാബിൽ എന്നതല്ല പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇവർ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നു. ഇവിടെ BJP പ്രതിനിധി ഉണ്ടല്ലോ, UP യിലെ പൂട്ടിക്ക്, മധ്യപ്രദേശിലെ പൂട്ടിക്ക്, അതുപോലെ തന്നെ ഹരിയാനയിലെ പൂട്ടിക്ക്, എല്ലാം പൂട്ടിക്ക്. ഇവർ ചുരുങ്ങിയതൊന്നുമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. 22.10 കോടി രാജ്യത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കേരളത്തിൽ അങ്ങ് ഉൽപ്പാദിപ്പിച്ചാൽ പോരെ എന്ന്. കേന്ദ്ര സർക്കാർ ഓയിൽ അതായത് സർക്കാരിൻ്റെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പരിചയസമ്പന്നതയുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒറ്റ പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആ പേര് ഏതെങ്കിലും പൊതുമേഖലാ കമ്പനിയുടെ പേരല്ല. ആ കമ്പനിയുടെ പേര് ഈ കമ്പനിയുടെ പേരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് രാജ്യത്തുടനീളം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.